രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ പരാതി രാഷ്ട്രീയ പ്രേരിതമെന്ന കെപിസിസി പ്രസിഡന്റ് നിലപാട് തള്ളി വി ഡി സതീശൻ. പരാതി വെൽ ഡ്രാഫ്റ്റഡ് ആയിരിക്കണമെന്നാണ് തന്റെ അഭിപ്രായം. മാങ്കൂട്ടത്തിനെതിരെയുള്ള രണ്ടാമത്തെ പരാതി രാഷ്ട്രീയ പ്രേരിതമെന്ന് കരുതുന്നില്ല. പരാതി വൈകിയത് പോരായ്മയല്ല എന്നും പെൺകുട്ടി ചെയ്തതാണ് ശരിയെന്നും വി ഡി സതീശൻ പറഞ്ഞു. അല്ലല്ല, അതിൻ്റെ അകത്ത് ഞാൻ കെപിസിസി പ്രസിഡന്റ് പറഞ്ഞത് ഒരു വെൽ ഡ്രാഫ്റ്റഡ് ഡോക്യുമെന്റ് ആണെന്ന് പറഞ്ഞില്ല. അതിൽ തെറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. വെൽ ഡ്രാഫ്റ്റഡ് ഡോക്യുമെന്റ് ആയിരിക്കണം ആര് പരാതി കൊടുത്താലും. അത് ഒരു തെറ്റല്ല, ഞാൻ കരുതുന്നില്ല. ഒരാളും അങ്ങനെ നമ്മൾ ഇത്തരം പരാതികൾ കൊടുക്കുമ്പോൾ നമ്മൾ മുൻവിധിയോടുകൂടി സംസാരിക്കരുത്. ആ പെൺകുട്ടി ഒരു വെൽ ഡ്രാഫ്റ്റഡ് ആയിട്ടുള്ള ഒരു പരാതി കൊടുത്താലും ഒരു തെറ്റുമില്ല. വെൽ ഡ്രാഫ്റ്റഡ് ആയിട്ടുള്ള പരാതിയാണെന്ന് പറഞ്ഞാൽ അതൊരു ഒഫൻസ് ഒന്നും അല്ലല്ലോ. ആണോ? ഒഫൻസ് ഒന്നും അല്ലല്ലോ. ചിലപ്പോൾ ഒരു അഭിഭാഷകന്റെ സഹായം തേടിക്കാനും ആ കുട്ടി പരാതി കൊടുക്കാൻ നേരത്തെ അതിലെന്താ തെറ്റ്? ഒരു തെറ്റുമില്ല. ഒരു തെറ്റ് ഞാൻ കാണുന്നില്ല. സണ്ണി ജോസഫിന്റെ ഇന്നത്തെ പ്രതികരണം ഒന്നുകൂടി കേൾക്കാം. അല്ല, ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞത് തന്നെ. ആ പരാതി ആസൂത്രിതമായിട്ടുള്ള വെൽ ഡ്രാഫ്റ്റഡ് പെറ്റീഷൻ എന്നാണ് ഞാൻ പറഞ്ഞത്. വെൽ ഡ്രാഫ്റ്റഡ് ആണെങ്കിൽ പോലും അതിലെ ലീഗലായിട്ടുള്ള എതിർവശങ്ങൾ പ്രതിഭാഗം ചൂണ്ടിക്കാട്ടിയപ്പോൾ അതും കോടതി വിലയിരുത്തിയിട്ട് ഞാൻ ആ ഓർഡറും വായിച്ചു. ആ പരാതി എന്തിനാണ് എനിക്ക് കിട്ടുന്ന സമയത്ത് തന്നെ മാധ്യമങ്ങൾ കിട്ടിയല്ലോ. എന്തായിരുന്നു അതിൻ്റെ ലക്ഷ്യം? എന്തായിരുന്നു? ആ പരാതിക്ക് നന്നായിട്ട് അറിയാം അതാർക്കാണ് അയക്കേണ്ടതെന്ന്. പക്ഷേ എനിക്ക് അയച്ചു. ലേബി സൈന്ദ്രനും അർജുൻ കല്യാണും വിവരങ്ങളുമായി. ആദ്യം ലേബിയിലേക്കാണ്. ലേബി, പൊതിഞ്ഞു പറയലല്ല നേരിട്ടുള്ള മറുപടിയായിട്ടാണ് ഇപ്പോൾ വി ഡി സതീശന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. രണ്ടാമത്തെ പരാതി അത് വെൽ ഡ്രാഫ്റ്റഡ് ആകണം, അതിലെന്താണ് തെറ്റ് എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ചോദിച്ചിരിക്കുന്നത്. അതായത് കെപിസിസി അധ്യക്ഷന്റെ നിലപാട് തെറ്റാണ് എന്ന് തന്നെ പരസ്യമായി പറയുകയല്ലേ ഈ വോട്ടെടുപ്പ് ദിവസം പ്രതിപക്ഷ നേതാവും ചെയ്തിരിക്കുന്നത്? സ്മൃതി, വളരെ കൃത്യമായി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ പരാതിയെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ചത്. കെപിസിസി പ്രസിഡന്റ് ഇത്തരത്തിൽ രാഷ്ട്രീയ പ്രേരിതം എന്ന് പറഞ്ഞ ചോദ്യം മാധ്യമപ്രവർത്തകർ ആവർത്തിച്ചപ്പോൾ അതിന് വ്യക്തവും കൃത്യവുമായ മറുപടി തന്നെയാണ് പ്രതിപക്ഷ നേതാവ് നൽകിയത്. ഇത് രാഷ്ട്രീയ പ്രേരിതമല്ല. പക്ഷേ കെപിസിസി പ്രസിഡന്റ് വെൽ ഡ്രാഫ്റ്റഡ് എന്ന് പറഞ്ഞത് കൃത്യം തന്നെയാണ്. കാരണം അങ്ങനെ പരാതി വെൽ ഡ്രാഫ്റ്റഡ് ആയിരിക്കണം. ഒരു അഭിഭാഷകന്റെ സഹായം തീർച്ചയായും പെൺകുട്ടിയെ തേടിയിട്ടുണ്ടാവും. അങ്ങനെയാവണം അത് വെൽ ഡ്രാഫ്റ്റഡായി കൊടുത്തതിൽ ശരികേടുമില്ല. അതുമാത്രമല്ല, ഇത് വൈകിയതിൽ തെറ്റൊന്നുമില്ല. ഏതെങ്കിലും രീതിയിൽ ഈ പരാതി സംബന്ധിച്ച് പരാതി വൈകിയത് പോരായ്മയായി കരുതുന്നുമില്ല. എല്ലാ പരാതികളും വെൽ ഡ്രാഫ്റ്റഡായി തന്നെ നൽകണം എന്ന് കരുതുന്നയാളാണ് താൻ എന്ന് പറഞ്ഞതിലൂടെ കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ പരാതി ഇത്തരത്തിൽ രാഷ്ട്രീയ പ്രേരിതം അല്ല എന്ന് വളരെ കൃത്യമായി തന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നു. അത് വെൽ ഡ്രാഫ്റ്റഡായി നൽകിയതിൽ തെറ്റില്ല, അങ്ങനെ തന്നെ നൽകണം ഓരോ പരാതികളും. പരാതി വൈകിയതിലും തെറ്റില്ല എന്ന് വളരെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇതിന് മറുപടിയായി അദ്ദേഹം ഇപ്പോൾ പറവൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുകയാണ്. സ്മൃതി, ശരി, ഞാൻ ലേബിയിലേക്ക് വരാം. അർജുൻ കല്യാടകുടി. അർജുൻ, ഇപ്പോൾ സണ്ണി ജോസഫ് കഴിഞ്ഞ ദിവസവും പറഞ്ഞത് ഈ പരാതി എന്തിന് തനിക്ക് നൽകിയതിനൊപ്പം മാധ്യമങ്ങൾക്കും നൽകി. ആദ്യം തന്നെ കെപിസിസി അധ്യക്ഷൻ നൽകിയതാണോ കുഴപ്പം? അത് മാധ്യമങ്ങൾക്ക് കൂടി കിട്ടിയെന്നതാണോ കുഴപ്പം? ഇത് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് പാർട്ടി ഒരു നിലപാടിലേക്ക് എത്തുന്നു. ആ നിലപാട് എന്നുള്ളത് ലൈംഗിക പീഡന പരാതി ഉയർന്ന അല്ലെങ്കിൽ ആ ആരോപണം പാർട്ടിക്ക് കൂടി ബോധ്യമായതെന്ന് ആവർത്തിച്ച് പറയുന്നതാണ്. അങ്ങനെ ബോധ്യമായ നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നത്. പിന്നീട് വീണ്ടും അതിൽ ഈ തരത്തിൽ വേവറിംഗ് ഉള്ള പ്രതികരണം നടത്തുകയാണ് സണ്ണി ജോസഫ് നടത്തിയിരിക്കുന്നത്. ഇന്നത്തെ പ്രതികരണം, ഇന്നലത്തെ മുൻകൂർ ജാമ്യം എടുത്തിരിക്കുന്ന നിലപാട്, അതിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ നിലപാട് കോടതിയിൽ നിന്ന് വന്നു. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പ്രതികരണമായി അതിനെ കാണേണ്ടതുണ്ടോ അർജുൻ? സ്മൃതി, തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രണ്ടാമത് പരാതി നൽകിയിട്ടുള്ള പെൺകുട്ടി ആ പരാതിയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് കെപിസിസി അധ്യക്ഷന്റെ ഭാഗത്തു നിന്നും ആദ്യ ഘട്ടത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ള പ്രതികരണത്തിലുള്ള വ്യക്തമാകുന്നത്. ഇന്നിപ്പോൾ അദ്ദേഹം വീണ്ടും അത്തരത്തിൽ തന്നെയുള്ള ഒരു പ്രതികരണം നടത്തി. ആ പരാതി ഒരു രാഷ്ട്രീയ പ്രേരിതമായ ഏതെങ്കിലും ഒരു നിഗൂഢമായ ഒരു കേന്ദ്രത്തിൽ നിന്നും ഉണ്ടാക്കിയതാണ് തുടങ്ങിയിട്ടുള്ള ഒരു ധ്വനിയോടുകൂടി തന്നെയാണ് കെപിസിസി അധ്യക്ഷൻ അത്തരമൊരു പ്രതികരണം നടത്തിയിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ വി ഡി സതീശൻ കൂടി ഈ അധ്യക്ഷന്റെ നിലപാട് തള്ളുന്നതോടുകൂടി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസിനകത്ത് രണ്ടഭിപ്രായമുണ്ട്. അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങളിൽ കൃത്യമായ രീതിയിൽ നിലപാടെടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാവുന്നതാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആദ്യഘട്ടം മുതൽ തന്നെ സ്വീകരിച്ചിട്ടുള്ള കർക്കശമായിട്ടുള്ള നിലപാട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ മറ്റ് പല നേതാക്കളും ഇത് ആദ്യഘട്ടം മുതൽ തന്നെ ഒരു മയപ്പെടുത്തിയിട്ടുള്ള സമീപനമാണ് പലപ്പോഴും സ്വീകരിച്ചത്. രണ്ടാമത്തെ പരാതി വന്ന ഘട്ടത്തിൽ തന്നെ
രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള പാർട്ടി നടപടി വേണമെന്നുള്ള ആവശ്യം ഒരു വിഭാഗം നേതാക്കളെ ഉയർത്തി. എന്നാൽ പിന്നീട് കോടതിയിൽ നിന്നുമുള്ള തീരുമാനം വരട്ടെ, മുൻകൂർ ജാമ്യം ലഭിക്കുമോ ഇല്ലയോ തുടങ്ങിയിട്ടുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവട്ടെ, അതിനുശേഷം പുറത്താക്കൽ തീരുമാനം എടുക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് ഈ KPCC അധ്യക്ഷനായിട്ടുള്ള സണ്ണി ജോസഫിന്റെ ഒരു നിർബന്ധബുദ്ധിയായിരുന്നു എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞുള്ളൂ. അപ്പോൾ അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ സ്വാഭാവികമായും പല ഘട്ടങ്ങളിലും രാഹുൽ മാങ്കൂട്ടത്തിനെ പരസ്യമായി തള്ളിക്കളയുകയും രഹസ്യമായി എല്ലാവിധ സംരക്ഷണവും നൽകുന്നത് കോൺഗ്രസിനകത്തു തന്നെയുള്ള ഒരു വിഭാഗം നേതാക്കളാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും KPCC അധ്യക്ഷന്റെ ഇന്നത്തെ പ്രതികരണത്തിലൂടെ മനസ്സിലാകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള കോൺഗ്രസിനകത്ത് തന്നെയുള്ള തമ്മിലടി അത് രൂക്ഷമായി മാറുകയാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന KPCC അധ്യക്ഷന്റെ നിലപാട് പ്രതിപക്ഷ നേതാവ് തള്ളുന്നതോടുകൂടി തന്നെ ഈ പരാതിയുമായി ബന്ധപ്പെട്ടുകൂടെ ആ പരാതിയെ KPCC അധ്യക്ഷൻ പൂർണ്ണമായും തള്ളുന്നു, അല്ലെങ്കിൽ അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രേരിതമായി ഭാഗത്തു നിന്ന് വന്നതാണ് എന്ന ഒരു സംശയം ഉണ്ടാക്കുന്നു. പക്ഷേ പ്രതിപക്ഷ നേതാവിന് ഇതിന് കൃത്യമായ രീതിയിൽ അറിയാം, ഇത് എവിടെ നിന്ന് വന്നു, എങ്ങനെയാണ് വന്നത്, ആരാണ് പരാതിക്കാരി, അതൊക്കെ കൃത്യമായ രീതിയിൽ അറിയാവുന്ന ഒരാൾ കൂടിയാണ് പ്രതിപക്ഷ നേതാവ്. അതുകൊണ്ട് തന്നെ അതിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യേണ്ടതില്ല എന്നുള്ള നിലപാട്